കോഴിക്കോട് കനോലി കനാലിൽ കാൽവഴുതി വീണ യുവാവ് മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. കുന്നമംഗലം സ്വദേശി പ്രവീണാണ് മരിച്ചത്. സ്കൂബ ടീം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്ന് ചേരുന്നു. അഭിജിത്ത്, പ്രവീൺ പുഴയിൽ വീണ് 2 മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇയാളെ കണ്ടെത്താനായത്. ഒടുവിൽ മരണവാർത്ത വരുന്നു. അല്പസമയം മുൻപാണ് ഈ അപകടം നടന്ന സംഭവം, ഈ അപകടം നടന്ന വിവരം നമ്മൾ അറിയുന്നത്. പിന്നീട് ഇയാളെ കണ്ടെത്തി, പ്രവീണിനെ കണ്ടെത്തി എന്ന വാർത്ത വന്നതിന് പിന്നാലെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും പ്രവീൺ മരിച്ചു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒപ്പം കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരനാണ് എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. മീൻ പിടിക്കുന്നതിന്റെ അബദ്ധത്തിൽ കാൽ വഴുതി ഈ കനാലിലേക്ക് വീഴുകയായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന വിവരങ്ങൾ അറിയേണ്ടതുണ്ട്. ആ വിവരങ്ങളടക്കം അഭിജിത്ത് മുഴക്കുന്നു നൽകും കോഴിക്കോട് നിന്നും. അഭിജിത്ത്, കേൾക്കാമോ? പ്രജിൻ, ഇന്ന് ഏതാണ്ട് 7:30 മണിയോടടുപ്പിച്ചാണ് ഈ അപകടമുണ്ടായത്. കനോലി കനാലിന് സമീപത്ത് വെച്ച് മീൻ പിടിക്കുകയായിരുന്നു ഈ പ്രവീൺ എന്ന യുവാവ്. അദ്ദേഹം കോഴിക്കോട് കമ്മീഷണർ ഓഫീസിലെ ജീവനക്കാരനാണ്. ഇതിനിടയിൽ ഈ മീൻ പിടിക്കുന്നതിനിടയിലാണ് അദ്ദേഹം അബദ്ധത്തിൽ കാൽവഴുതി കനോലി കനാലിലേക്ക് പതിക്കുന്നത്. ആ സമയം അവിടെ കുറച്ചു പേരുണ്ടായിരുന്നു. അവർ ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താനൊക്കെയുള്ള ഒരു ശ്രമം നടത്തി. പക്ഷെ അതിനൊന്നും സാധിച്ചില്ല. പിന്നീടാണ് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും തുടർന്ന് സ്കൂബ ടീം അംഗങ്ങൾ എത്തി ഇദ്ദേഹത്തിനായി ഒരു തിരച്ചിൽ നടത്തുകയും ചെയ്തത്. മണിക്കൂറുകൾക്ക് ഇപ്പുറമാണ് അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചിരുന്നു. പക്ഷേ ജീവൻ നഷ്ടമായി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇദ്ദേഹം പതിവായി ഇവിടെ എത്തുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഈ രീതിയിലുള്ള ഒരു അപകടം. ഏതായാലും അദ്ദേഹത്തിന്റെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവീണ. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് ആ സങ്കട വാർത്ത ഇപ്പോൾ കോഴിക്കോട് നിന്നും അറിയിച്ചത്.